Namaste and welcome back to my channel. So, we will see this video on eyebrows. How we can grow eyebrows and eyelashes in home remedy grow eyebrows black color but eyebrows thin thread eyebrows അതേപോലെ തന്നെ ചിലവർക്ക് ഐബ്രോസ് കാണും പക്ഷേ ഐബ്രോസിന്റെ ഹെയറിന് നീളം കാണില്ല ചിലവർക്ക് ഐബ്രോസ് കാണും പക്ഷേ അവരുടെ ഐബ്രോസിന്റെ ഹെയർ ബ്ലാക്ക് കളർ ആകില്ല അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഐബ്രോസ്കാർക്കൊക്കെ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഹോം റെമഡി അതേപോലെ തന്നെ നമ്മൾ ഐലാഷസും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹോം റെമഡി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിലോ Welcome to our family. If you have channel subscribe subscribe right side red color subscribe button click channel subscribe and bell icon click future video post miss video start so let's start our video. So, I have aloe vera aloe vera fresh aloe vera leaf ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന റെഡിമെയ്ഡ് aloe vera gel എടുക്കാം പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ നമ്മളെ നാച്ചുറൽ aloe vera ആണ് ഇപ്പോൾ നമ്മൾ aloe veraനെ നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്തുള്ള ഇതിന്റെ ജെല്ലിനെയൊക്കെ നമുക്ക് നന്നായിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ aloe vera gel ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾസ്പൂണോളം കോക്കനട്ട് ഓയിൽ അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പാരച്യൂട്ട് കോക്കനട്ട് ഓയിൽ ആണ് അടുത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 1 ടേബിൾസ്പൂണോളം കാസ്റ്റർ ഓയിൽ ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് വേണ്ടതാണ് ഒന്ന് അല്ലെങ്കിൽ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിന്റെ ഓയിൽ ഒരെണ്ണം വേണമെങ്കിൽ ഒന്ന് എടുക്കാം അല്ലെങ്കിൽ രണ്ട് എടുത്താലും മതി എന്നിട്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ബീറ്റർ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഇതേപോലെ വെള്ളം പോലെ ആകുള്ളൂ നമുക്ക് വെള്ളം പോലാണ് നമ്മളെ aloe vera ജെല്ലും ആ ഓയിൽസ് ഒക്കെ വേണ്ടത് ഇതിങ്ങനെ ജെല്ലി പോലെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഐബ്രോസിലും ഐലാഷസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിനെ നല്ലൊരു വെള്ളം പോലെ ആക്കിയെടുക്കാം ആക്കിയെടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഒരു 3 മന്ത് വരെ ഫ്രിഡ്ജിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും സോ ഇതാണ് നമ്മളെ ഐബ്രോസും ഐലാഷസും ഒക്കെ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാൻ പറ്റിയ നമ്മളെ ഹോം റെമഡി ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണാം ഇതിന് നമ്മൾ ഒരു 5 to 6 ഡ്രോപ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഐബ്രോസിലും ഐലാഷസിലും കൂടി അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ ഐബ്രോസും ഐലാഷസും കൂടി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യൂ ഇത് ഇനി നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള aloe vera നമ്മൾ ഐബ്രോസിനെയും ഐലാഷസിനെയും കൂടി നന്നായിട്ട് നറിഷ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഐബ്രോസ് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഐബ്രോസും ഐലാഷസിനെയും കൂടി ഇത് നന്നായിട്ട് സ്ട്രോങ് ആൻഡ് ലോങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കോക്കനട്ട് ഓയിലിൽ ഫാറ്റി ആസിഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഐബ്രോസിനെ ഗ്രോ ആകാൻ വേണ്ടിയിട്ടും തിക്ക് ആകാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഐബ്രോസിനെ ഇത് നന്നായിട്ട് സ്ട്രോങ് ആൻഡ് ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാസ്റ്റർ ഓയിലിൽ ഫാറ്റി ആസിഡ് ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഐബ്രോസിനെ നന്നായിട്ട് നറിഷ് ആൻഡ് മോയ്സ്ചറൈസ് ചെയ്ത് നമ്മൾ ഫോളിക്കൽസിനെയൊക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നമ്മൾ തിന്നായിട്ടുള്ള ഐബ്രോസൊക്കെ ഉണ്ടെങ്കിൽ ഇത് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള വൈറ്റമിൻ ഇ ഇത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഐബ്രോസിനെ ഇത് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യും നമ്മൾ ഐബ്രോസിനെ ഇത് നന്നായിട്ട് നറിഷ് ചെയ്യും
ഇതേപോലെ നമ്മൾ മസാജ് ചെയ്യുക ഒരു 10 മിനിറ്റ്സ് വരെ. എന്നിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം മോർണിംഗ് ലൈറ്റ് വാം വാട്ടറിൽ നമ്മളെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി. ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഹോം റെമഡി. ഇതേപോലെ രാത്രി നിങ്ങൾ ഐസിലോട്ട് ഇതേപോലെ നമ്മളിപ്പോൾ റെഡി ആക്കിയിട്ടുള്ള ഈ ഹോം റെമഡി നിങ്ങൾ ഐസിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ നടന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ഐബ്രോസ് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഇതേപോലെ ഒരു 2 മന്ത് 2 മാസം നമ്മൾ മസ്റ്റ് ആയിട്ട് ഇത് എല്ലാ ദിവസവും രാത്രി നമ്മളിത് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളെ ഐബ്രോസ് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റൂ. അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഈ ഹോം റെമഡി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു 2 മാസത്തേക്ക് നമ്മൾ ഐബ്രോസ് ത്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഐബ്രോസ് ത്രെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഡിഫറൻസ് കൂടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഹോം റെമഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഐബ്രോസ് ത്രെഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ത്രെഡ് ചെയ്യുക. പക്ഷെ 2 മാസത്തിന് ശേഷം മാത്രമേ നിങ്ങൾ ഐബ്രോസ് പിന്നെ ത്രെഡ് ചെയ്യാവൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റൂ. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. So till the next video, bye bye.